ഹായ് ആപ്റ്റിവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഖിഡ്കി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ एसी के बजाय जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता है? AC കോച്ചിന് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് നോക്കുക എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട്. അപ്പം അതിന്റെ അർത്ഥം എന്തായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ वे अक्सर एसी कोच में यात्रा करते हैं, मगर इस बार जनरल कोच से सफर करना तय किया क्योंकि सर्दी का मौसम शुरू हो गया था. അപ്പോ ഇവര് അക്സർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇവര് ട്രാവൽ ചെയ്യുന്നത് AC-യിലാണ്. പക്ഷെ ഇപ്രാവശ്യം മഗർ ഇസ് ബാർ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്രാവശ്യം ജനറൽ കോച്ച് സെ സഫർ കർണ തയ് കിയ, ഇപ്രാവശ്യം ജനറൽ കോച്ചിൽ പോവാനായിട്ട് ഡിസൈഡ് ചെയ്തു. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ സർദി കാ മൗസം ശുരു ഹോ ഗയാ ഥ, അതായത് തണുപ്പ് കാലം തുടങ്ങിയിരുന്നു. तो पति ने सोचा कि इस बार जनरल कोच की വിശേഷതായി സമജ്തേ ഹെ, അപ്പം എന്താണ് ഹസ്ബൻഡ് വിചാരിച്ചു ഇപ്രാവശ്യം ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നതിന്റെ ഫീച്ചേഴ്സ് വിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം എന്ന്. സമജ്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. युवती का गला रुंध जाने का कारण क्या हो सकता है? ആ സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റാതെ ശബ്ദമിടറിയതിന്റെ കാരണം എന്തായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. യുവതി ने प्रत्येक ഷോൾ का മൂല്യ 2800 बताया था, അതായത് ഈ ഒരു യുവതി എന്താണ് ഓരോ ഷോളിന്റെയും വില 250 രൂപയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഗർ പത്നി ഷോൾ 100 രൂപയെ മേ മാങ്തി ഹെ, പക്ഷെ പത്നി എന്താണ് ഓരോ ഷോളും 100 രൂപയ്ക്ക് തരാനായിട്ട് പറയാണ്, ആവശ്യപ്പെടുകയാണ്. ഇത്തിനെ കം ദാം മേ ഷോൾ ബേച്ചനെ പർ ഉസ്കാ നുക്സാൻ ഹോ ജായേഗ, ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ആ ഷോള് വിൽക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് നുക്സാൻ എന്ന് വെച്ചാൽ നഷ്ടം വരും. ഇസ്ലിയെ ഉസ്കാ ഗല രുന്ത് ഗയാ ഓർ ഉസ്കി കജ്റാരി ആഖെ ഭർ ആയി, അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കണ്ണുകള് നിറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. वो एक बार में ही 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था. इस कथन से लोगों के किस मनोभाव का परिचय मिलता है? അതായത് ഈ പത്നി പറയുന്നുണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ഒരു പ്രാവശ്യം വില പേശിയപ്പോഴേ ആ സ്ത്രീ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഷോള് 150 രൂപയ്ക്ക് തരാനായിട്ട് തയ്യാറായി. കുറച്ചും കൂടി വില പേശിയിരുന്നെങ്കിൽ ഇതിലും കുറവ് പൈസയ്ക്ക് അത് കിട്ടുമായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു സംസാരത്തിൽ നിന്ന് ആളുകളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. മനുഷ്യ ബഹുത് കം ദാം മേ ചീസേ പാന ചാത്ത ഹെ, മനുഷ്യര് വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജബ് യുവതി एक बार में ही 150 में शॉल देने के लिए मान गई तो पत्नी को लगा कि अगर वह थोड़ी तोल मोल और करती तो इससे भी कम दाम में उसे ഷോളി മിൽ ജാതി. അപ്പോ ഈ പത്നിക്ക് തോന്നാണ് കുറച്ചും കൂടി എന്താണ് തോൽമോൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചും കൂടി സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് പൈസ കുറയ്ക്കാനായിട്ട് നോക്കുകയായിരുന്നെങ്കിൽ ഇതിലും കുറവ് പൈസയ്ക്ക് കിട്ടിയേനെ എന്നുള്ളത്. അപ്പം എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടാനായിട്ടുള്ള മനുഷ്യരുടെ ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉസ്കി ആഖോ മേ ബി വഹി നമി थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सी समानताएं हो सकती है? അപ്പൊ ഈ സ്റ്റോറിയിലെ പതി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഹസ്ബൻഡ്, ആ ഹസ്ബൻഡിന്റെ അച്ഛനും എന്താണ് ട്രെയിനിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനായിട്ട് പോയിരുന്ന ആളാണ്. അപ്പൊ ഈ സ്ത്രീയുടെ കണ്ണുകൾ കാണുമ്പോൾ ആ കണ്ണിലെ നമി എന്ന് പറഞ്ഞ നനവ് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് തന്റെ അച്ഛനെ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തിന്റെ കണ്ണും ഇതുപോലെ തന്നെയാണ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ ഈ പതി ക്യാരക്ടറിന്റെ അച്ഛനും അതുപോലെ തന്നെ ഈ യുവതിയും തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദോനോ ഹി റെയിൽഗാഡി മേ സാമാൻ ബേച്ചനെ വാലെ ലോഗ് ഹെ, രണ്ടുപേരും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ്. लेखक के पिताजी भी सामान बेचकर जब थके हारे घर आते थे तो उनकी आंखों में भी वही नमी होती जो आज उन्होंने उस युवती की आंखों में देखा. അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനും ഈ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അച്ഛന്റെ കണ്ണിൽ കാണുന്ന ആ ഒരു നനവുണ്ട്, അത് തന്നെയാണ് ഈ സ്ത്രീയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നത്. ഉൻകി थकान संघर्ष और चीजें बिकने पर जो खुशी होती है वह भी समान है.
അതായത് ഈ രണ്ടുപേരും, ഈ അച്ഛനും അതുപോലെ തന്നെ ഈ സ്ത്രീയും, അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഥക്കാൻ എന്ന് പറഞ്ഞാൽ ക്ഷീണം, സംഘർഷം, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വിറ്റുപോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഖുഷി, സന്തോഷം, ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി പഠേ ഓർ റിക്ത് സ്ഥാൻ കി പൂർത്തി കരെ. അതായത് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, പാത്ര കഥാപാത്രം, സ്ഥാൻ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദില്ലി സെ യാത്ര ക ആരംഭ, ഡൽഹിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? പതി, പത്നി, ബേട്ട ഓർ ബേട്ടി. ഹസ്ബൻഡും വൈഫും അവരുടെ മകനും മകളും. എവിടെയാണ് നടക്കുന്നത്? റെയിൽഗാഡി ക ഡിബ്ബ, ട്രെയിനിന്റെ ഒരു ബോഗിയിലാണ് ഈ ലഘുകഥ നടക്കുന്നത്. പിന്നെ ഷോൾ കെലിയെ തോൽബോൾ, ഈ ഷോള് വിൽക്കാൻ വന്ന സ്ത്രീയുമായിട്ടുള്ള ആ ബാർഗെയിനിങ് അല്ലെങ്കിൽ വിലപേശൽ, അതാണ് അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. യുക്തി ഓർ പത്നി, അതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് യുവതിയും അതുപോലെ തന്നെ പത്നിയുമാണ്. ഓക്കെ, അത് നടക്കുന്നതും സെയിം സ്ഥലത്ത് തന്നെയാണ്, റെയിൽഗാഡി കാ ഡിബ്ബ അതില്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാണെന്നുണ്ടെങ്കിൽ നമൂനയ്ക്ക് അനുസാർ വാക്യോ കോ ബദൽക്കർ ലിഖേ. എക്സാമ്പിൾ അനുസരിച്ചിട്ട് വാക്യങ്ങൾ മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോ ഫസ്റ്റ് കോളം നോക്കുക, ഷാദി കാ ബുലാവ ആയ, അതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഷാദി കാ ബുലാവ ആയ ഥ എന്നാക്കിയിട്ടാണ്. പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയി, അത് മാറ്റി എഴുതുന്നത് പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയി ഥി എന്നാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ ലഡ്ക ബെഞ്ച് പർ ബാഠ ഥ. ഇപ്പൊ ഫസ്റ്റ് കോളത്തിൽ എന്താ എഴുതുക? ഥ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതാം. ലഡ്ക ബെഞ്ച് പർ ബാഠ. നെക്സ്റ്റ് മീനു ബാസാർ കി ഓർ ചലി ഥി. അപ്പോ ഥി മാത്രം മാറ്റുക, മീനു ബാസാർ കി ഓർ ചലി. നെക്സ്റ്റ് നിങ്ങൾക്ക് സ്റ്റോറിയിൽ നിന്ന് ഏത് രണ്ട് സെന്റൻസ് വേണമെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പൊ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ മാനെ പത്നി കോ ഇഷാര കിയ, മാനെ പത്നി കോ ഇഷാര കിയ ഥ എന്നാക്കി എഴുതാം. യുക്തി ഷോൾ ബേച്ച്നെ ആയി, യുക്തി ഷോൾ ബേച്ച്നെ ആയി ഥി എന്നാക്കിയിട്ട് മാറ്റി എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽ ഗാഡി കെ അനുഭവ് ने पति को अपने पिता की याद दिलाई, उसकी डायरी लिखे. അപ്പോ ഈ ഒരു ട്രെയിനിൽ നിന്നുണ്ടായ അനുഭവം എന്താണ്? ഈ പത്തി എന്ന് പറയുന്ന, അതായത് ഹസ്ബൻഡ് ക്യാരക്ടർ ഉണ്ടല്ലോ, ഹസ്ബൻഡ് ക്യാരക്ടറിനെ തന്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തി. അപ്പോ അന്ന് ആ വ്യക്തി എഴുതുന്ന ഡയറി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക, എന്നിട്ട് ആദ്യം ഡേറ്റ് എഴുതുക, പിന്നീട് ഏത് ദിവസമാണെന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഡയറി നോക്കാം. ആജ് കാ ദിൻ മൈ കഭി ഭൂൽ നഹി പാऊंगा, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാനായിട്ട് കഴിയില്ല. ഷാദി മേ ഭാഗ് ലേനെ കെ ലിയെ ഹം ഹോഷിയാർപൂർ നിക്ലെ, അതായത് ആ ഒരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഹോഷിയാർപൂരിലേക്കായിട്ട് പുറപ്പെട്ടു. നിക്ലെ എന്ന് പറയുമ്പോൾ പുറപ്പെട്ടു. സർദി ഷുറു ഹോ ഗയി ഹൈ ഇസ്ലിയെ സോച്ചാ കി ജനറൽ കോച്ച് മേ സഫർ കരേംഗെ. അപ്പോ തണുപ്പുകാലം തുടങ്ങുകയാണ്, അതുകൊണ്ട് തന്നെ ജനറൽ കോച്ചിൽ പോകാം എന്ന് തീരുമാനിച്ചു. യാത്ര ഷുറു ഹോനെ പർ ഹമാരെ പാസ് ഷോൾ ബേച്ച്നെ വാലി ഏക് യുവതി ആയി. അങ്ങനെ യാത്ര സ്റ്റാർട്ട് ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഷോൾ വിൽക്കുന്ന ഒരു സ്ത്രീ വന്നു. ഉസ്നെ പ്രത്യേക് ഷോൾ കാ മൂല്യം 250 ബത്തായ, ഓരോ ഷോളിന്റെയും വില 250 രൂപയാണ് എന്നാണ് ആ യുവതി പറഞ്ഞത്. പത്നിനെ 100 रुपये में ഷോൾ മാങ് ലിയേ തോ ഉസ്കാ ചെഹ്റ ഉത്തർ ഗയാ. അങ്ങനെ വൈഫ് ഓരോ ഷോളും 100 രൂപയ്ക്ക് തരാനായിട്ട് പറഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീയുടെ മുഖം മാറി എന്നുള്ളതാണ്. അതായത് ആ സ്ത്രീക്ക് വിഷമായി. फिर तोल मोल के बाद वह शॉल 150 में देने के लिए तैयार हो गई. അങ്ങനെ ബാർഗെയിൻ ഒക്കെ ചെയ്തിട്ട്, വിലപേശൊക്കെ ചെയ്തിട്ട് ആ സ്ത്രീയെ ഓരോ ഷോളും 150 രൂപയ്ക്ക് തരാനായിട്ട് തയ്യാറായി. പത്നിനെ 5 ഷോൾ ലിയെ 750 रुपये. അങ്ങനെ വൈഫ് എന്താണ് ചെയ്തത്? 5 ഷോൾ മേടിച്ചു 750 രൂപയ്ക്ക്. പത്നി കഹ രഹി थी कि और भी तोल मोल किया होता तो और भी कम दाम में ഷോൾ മിൽ ജാത്തി. അപ്പം വൈഫ് പറയുന്നുണ്ടായിരുന്നു, കുറച്ചും കൂടി വില പേശിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞ വിലയ്ക്ക്, ദാം എന്ന് പറഞ്ഞ വില എന്നാണ് കേട്ടോ അർത്ഥം, ഈ ഷോൾ കിട്ടുമായിരുന്നു എന്ന്. पर मेरी सोच अतीत पर जाकर अटकी थी. പക്ഷെ എന്റെ ചിന്ത അതീത് എന്ന് പറഞ്ഞ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലഘട്ടത്തില്, ജാക്കർ അട്ക്കി എന്ന് വെച്ചാൽ അവിടെ ചെന്ന് സ്റ്റക്കായി എന്നുള്ളതാണ്. മേരെ പിതാബി റെയിൽ ഗാഡി മേ സാമാൻ ബേച്ച്തേ ഥേ. എന്റെ അച്ഛനും ട്രെയിനില് സാധനങ്ങൾ വിറ്റിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വേ ഷാം കോ ഥക്കേ സേ ഘർ ആത്തേ ഥേ. അദ്ദേഹം
വൈകുന്നേരങ്ങളിൽ ക്ഷീണിതനായിട്ട് വീട്ടിൽ വരുമായിരുന്നു. इस युक्ति की आंखों में भी वही नमी थी जो उनकी आंखों में होती थी. അപ്പം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ നമി എന്ന് പറഞ്ഞ ആ നനവ് തന്നെയാണ് ഈ സ്ത്രീയുടെ, ഈ ഒരു യുവതിയുടെ കണ്ണിലും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. मैं सोच में पड़ गया कि उस नमी का कारण क्या हो सकता है. ഞാനിങ്ങനെ ചിന്തയിൽ ആഴ്ന്നു. സോച്ച് മേ പട് ഗയ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ആ കണ്ണിലുള്ള നനവിന്റെ കാരണം എന്തായിരിക്കും എന്ന്. തോൽ മോൽ സെ ഉത്പന്ന ഥക്കാൻ, അതായത് ഈ വിലപേശലിൽ നിന്നും ഉത്പന്നമായിട്ടുള്ള ഥക്കാൻ എന്ന് പറഞ്ഞ ക്ഷീണം. യാ ചീസെ ബിക്നെ കി ഖുഷി, സാധനങ്ങള് വിൽക്കപ്പെട്ടതിന്റെ സന്തോഷം. അതായത് ആ കണ്ണിലെ നനവിന്റെ കാരണം എന്തായിരിക്കാം? ക്ഷീണമാണോ അതോ സാധനങ്ങൾ വിറ്റുപോയതിലുള്ള സന്തോഷമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ആജ് मैंने जाना कि मेरे पिता ने कितने मुश्किल से मुझे बड़ा किया. അപ്പോ ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് എന്റെ അച്ഛൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത്. എത്രയാണ് ഡയറിയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കി ഖിഡ്കി അനേക ആശയോ കാ സൂചക് ഹെ സംജായി. ഈ സ്റ്റോറിയിൽ ഖിഡ്കി എന്നത് പല പല ആശയങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ലോഗോ കി ജീവൻ മേ ഖിഡ്കിയോ കാ മഹത്വ ബഹുത് ബഡാ ഹെ. വ്യക്തികളുടെ അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തിൽ ഈ വിൻഡോസിനുള്ള മഹത്വം വളരെ വലുതാണ്. ഘർ ഹോ യാ ഗാഡി ലോഗ് ഖിഡ്കിയോ സെ ബാഹർ ഝാങ്ക്തേ ഹെ. അപ്പോ വീടായാലും അത് വണ്ടി ആയാലും വെഹിക്കിൾസ് ആയാലും അതിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഝാക്തേ എന്ന് വെച്ചാൽ എത്തി നോക്കും. ജ്യാദാതർ മൻ കി ശാന്തി കെ ലിയെ ലോഗ് ബാഹർ കി നസാരെ ദേഖ്തേ ഹെ. കൂടുതലും ജ്യാദാതർ എന്ന് പറയുമ്പോൾ കൂടുതലും മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ പുറത്തുള്ള നസാരെ എന്ന് വെച്ചാൽ സീനറി അല്ലെങ്കിൽ പുറത്തുള്ള സീൻസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നത്. പർ കബി കബി गरीबी और अशांति में रहकर खिड़की से बाहर देखते हैं तो मन और भी अशांत हो जाता है. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ദാരിദ്ര്യത്തിലും മനസ്സ് അശാന്തമായിരിക്കുന്ന ആ ഒരു പോയിന്റിലും വിൻഡോസിലൂടെയൊക്കെ പുറത്തു നോക്കുന്ന സമയത്ത് മനസ്സിന്റെ ആ ശാന്തമല്ലാത്ത അവസ്ഥ അതൊന്നുകൂടി മോശമാവുകയാണ് ചെയ്യുക. യഹാ ഖിഡ്കി ലോഗോ കാ നസറിയ ഭി ഹോ സക്താ ഹെ. ഇവിടെ ഖിഡ്കി എന്ന് പറയുന്നത് ആളുകളുടെ നസറിയ എന്ന് പറഞ്ഞാൽ അവര് കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി, ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ അതായിരിക്കാം. ജോ ചീസെ ഗരീബ് ഓർ അമീർ ലോഗ് ദേഖ്തേ ഹെ ഉൻമേ അന്തർ ഹോത്താ ഹെ. ഓരോ കാര്യങ്ങളും ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ അമീർ എന്ന് പറഞ്ഞ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയും നോക്കിക്കാണുന്നതിൽ വളരെയധികം അന്തറുണ്ട്. അന്തർ എന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. ഖിഡ്കി നാം കി ലഘു കഥാമേ പതി അപ്നെ മൻ കി ഖിഡ്കി ഖോൽക്കർ അതീത് മേ അപ്പോ ഖിഡ്കി എന്ന് പറയുന്ന ഈ ഒരു ലഘുകഥയില് പതി തന്റെ മനസ്സിന്റെ ജനല് തുറന്നിട്ട് അതീത് മേ ഝാക്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്റ്റിലേക്ക് എത്തി നോക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. कहानी के लिए और एक शीर्षक सुझाई उसका औचित्य भी बताएं. അതായത് ഈ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ടൈറ്റില് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് എന്നുള്ള അതിന്റെ ഔചിത്യം കൂടി വ്യക്തമാക്കാനാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അതീത് കി ഝലക് എന്നുള്ള ഒരു ടൈറ്റിലാണ്. कहानी के अंत में पति को उस युक्ति में अपने पिता की झलक दिखती है. ഈ സ്റ്റോറിയുടെ എൻഡില് കഹാനി എന്ന് കണ്ട ലഘുകഥ എന്നാക്കിക്കോളൂ കേട്ടോ, കാരണം ഇത് ലഘുകഥ എന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നിട്ടുള്ളത്. ലഘുകഥ के अंत में पति को उस युक्ति में अपने पिता की झलक दिखती है. ഈ ലഘുകഥയുടെ അവസാനത്തിലായിട്ട് ആ ഹസ്ബൻഡിന് ആ യുവതിയില് തന്റെ അച്ഛനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. जिस प्रकार उनके पिता रेलगाड़ी में सामान बेचने के बाद थके हुए नम आंखों के साथ घर लौटते थे वैसे ही उस युक्ति की आंखें भी नम थी. അപ്പം തന്റെ അച്ഛൻ എങ്ങനെയാണോ സാധനങ്ങളൊക്കെ വിറ്റതിന് ശേഷം വൈകിട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്നത്, നനഞ്ഞ കണ്ണുകളോടുകൂടി വരുന്നത്, അതുപോലെ തന്നെയാണ് ആ സ്ത്രീയുടെ കണ്ണും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കാരണം കൊണ്ടാണ് ഈ സ്റ്റോറിക്ക് അതീത് കി ഝലക് എന്നൊരു പേരിട്ടത് എന്നാണ് പറയുന്നത്. അപ്പം അതീത് കി ഝലക് എന്നുള്ള ടൈറ്റിലിന്റെ ഔചിത്യമാണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.